കേരളത്തിൻ്റെ അധികാരികളുടെ മുമ്പിലും പൊതുസമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഈ അടുത്ത നാളുകളിൽ വളരെ ശക്തമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിലവിളിയും അഭ്യർത്ഥനയുമൊക്കെയാണ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ. എന്നാൽ ഈ വാർത്തകളൊന്നും ശ്രവിക്കാതെ അവയ്ക്ക് അല്പം പോലും ചെവി കൊടുക്കാത്ത വിധം പെരുമാറുന്ന അധികാരികൾ ഈ മനുഷ്യരുടെ വിലപ്പെട്ട 2 ജീവൻ നഷ്ടപ്പെട്ടതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഇൻഫാം പറയുന്നത്. എത്രയോ നാളുകളായി സ്വന്തം ഭൂമിയിലും സ്വന്തം വീട്ടിലും ജീവിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിലേക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ മനുഷ്യർ ദുരിതം അനുഭവിക്കുന്നുവെന്ന് എല്ലാ ആളുകളും ഈ പൊതുസമൂഹത്തോടും അധികാരികളോടും പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാലും അതിന് വളരെ കൃത്യമായ ക്രിയാത്മകമായ ഒരു നടപടിയെടുക്കാതെ സഹജമായ ആലസ്യത്തോടെ തങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോകുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഗവൺമെൻറ്റുമൊക്കെ ഇതിനുത്തരം പറയേണ്ട സമയമാണ്. സ്വന്തം മനസാക്ഷിയുടെ മുമ്പിലും സമൂഹ മനസാക്ഷിയുടെ മുമ്പിലും അവർ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ജനപ്രതിനിധികളെ ആരും തിരഞ്ഞെടുത്തിരിക്കുന്നത് കാട്ടുമൃഗങ്ങളല്ല. അവർ ജനത്തിൻ്റെ പ്രതിനിധികളാണ്, കാട്ടുമൃഗങ്ങളുടെ പ്രതിനിധികളല്ല. ജനത്തെ സംരക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ അവരുടെ സ്ഥാനത്തിൻ്റെ സാങ്കത്യം എന്ത് എന്ന് അവരാലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ അല്ലെ നമ്മുടെ രാജ്യത്ത് ജനപ്പെരുപ്പം വളരുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ആളുകൾക്ക് ഈ കാട്ടുമൃഗങ്ങളുടെ പെരുപ്പം കൂടി നിയന്ത്രിക്കാനുള്ള നടപടികൾ എടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. വികസിത രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ എണ്ണത്തിൽ പെരുപ്പം കൂടുമ്പോൾ അവയെ വെടിവെച്ച് കൊല്ലാനും നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയെ ക്രമീകരിക്കാനുമുള്ള കടമയും ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട് എന്ന ആ ബോധ്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകാൻ പാടില്ല. ഇൻഫാമിനി അവസരത്തിൽ പറയാനുള്ളത്, ഈ വേദനാജനകമായ സാഹചര്യത്തിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവരും രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കുന്നവരും സർക്കാരും വനത്തിൻ്റെ കോർ സോണിൽ മാത്രം കുടികൊള്ളാൻ പറ്റുന്ന അത്രയും ആയിട്ട് വന്യമൃഗങ്ങളെ നിയന്ത്രിച്ചിട്ട് അധികം വരുന്ന മൃഗങ്ങളെ ഹണ്ടിങ്ങിലൂടെ വെടിവെച്ച് കൊന്നുകൊണ്ട് ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കാനായിട്ട് മുന്നോട്ട് കടന്നു വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ ഈ അലംഭാവത്തെയും ഉത്തരവാദിത്വമില്ലായ്മയെയും ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഞങ്ങളുടെ കർഷക സുഹൃത്തുക്കളുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. ആ 2 കർഷക കുടുംബങ്ങൾക്കും ഇൻഫാമിൻ്റെ അംഗങ്ങളുടെ സംഭാവനയായി 2 ലക്ഷം രൂപ വെച്ച് ഇൻഫാം ധനസഹായം പ്രഖ്യാപിക്കുന്നു. ഈ ധനസഹായം അവർക്കൊരാശ്വാസമായി നൽകുന്നതിന്, കർഷകരിൽ നിന്ന് അവർ സംഭാവനയായി നൽകുന്ന ഈ ധനസഹായം ആ കുടുംബങ്ങളിൽ എത്തിക്കുന്നതിന് ഇൻഫാമിൻ്റെ എരുമേലി കാർഷിക താലൂക്കിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോബി നെരപ്പേലച്ചനെയും എരുമേലി താലൂക്കിൽ നിന്നുള്ള കാർഷിക ജില്ലാ റെപ്രസെൻറ്റേറ്റീവായിരിക്കുന്ന ജോസ് താഴ്ത്തുപീടികലിനെയും ഏൽപ്പിക്കുന്നു. അവർ ആ ഭവനങ്ങൾ സന്ദർശിച്ച് ഇത് കൈമാറുന്നതാണ്. ഗവൺമെൻറ് വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. ഈ കാട്ടുമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമെന്ന്, അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും അതിനുള്ള മനസാക്ഷി കാണിക്കണമെന്നും ഈ അവസരത്തിൽ ഈ യോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്നു.